അഴിമതിക്കാരും ജനവിരുദ്ധരുമായ ഭരണാധികാരികളെ ജനങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് ബി.ജെ.പി. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ്. ക്ഷേമ പദ്ധതികൾ ഇടനിലക്കാരില്ലാതെ സാധാരണക്കാരിലേക്ക് എത്തിച്ച സർക്കാരാണ് കേന്ദ്രത്തിൽ ഉള്ളതെങ്കിൽ സ്വജനപക്ഷപാതവും അഴിമതിയും നിറഞ്ഞ സർക്കാരാണ് സംസ്ഥാന ഭരണത്തിലുള്ളത്. അഞ്ചൽ ബ്ലോക്ക് ഡിവിഷനിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും രാജി പറഞ്ഞു. എൻ.ഡി.എ അഞ്ചൽ ബ്ലോക്ക് ഡിവിഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജീവ് പ്രസാദ്. ഫണ്ടുകളും ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു. അതേപോലെ തന്നെ വൈദ്യുതി തരം, അതേപോലെ തന്നെ ജലം ഉപയോഗിക്കുന്നതിന്റെ കാര്യമൊക്കെ അധിക വർധനമാണ് ഈ ബഡ്ജറ്റ് നമുക്ക് സംസ്ഥാന ഗവൺമെന്റ് നൽകിയിരിക്കുന്നത്. രണ്ട് ദിവസം മുമ്പാണ് നമുക്ക് കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിച്ചത്. പക്ഷേ കേരളത്തിലെ സാധാരണക്കാരായ ഇന്ത്യ മഹാരാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ഗർഭിണികളായിട്ടുള്ള അമ്മമാർക്കടക്കം അല്ലെങ്കിൽ വയോധികർക്കടക്കം കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണ് നമ്മുടെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒട്ടനവധി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്കറിയാം, യുവതീവാക്കൾക്ക് സുരക്ഷ സംരംഭങ്ങൾ നൽകുന്നതിന് വേണ്ടി മുദ്രാ യോജന പദ്ധതിയിലൂടെ കോടിക്കണക്കിന് രൂപ നമ്മുടെ ബഡ്ജറ്റിൽ വിലയിരുത്തി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അമ്മമാർക്ക് സ്വയം സംരംഭങ്ങൾ നൽകുന്നതിന് വേണ്ടി ഏതാണ്ട് കെ.എസ്. ബാബുരാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി, സ്ഥാനാർത്ഥിമാരായ എസ്. സുമേഷ് ബാബു, രമ്യ അഭിലാഷ്, സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങളായ വൈക്കൽ സോമൻ, ആയൂർ മുരളി, ബി. വിജയമോഹൻ, അഡ്വക്കേറ്റ് കെ.എം. ജയാനന്ദൻ, എസ്. പത്മകുമാരി, ബി. ബബുൽദേവ്, സുമൻ ശ്രീനിവാസൻ, ആർ. ജയചന്ദ്രൻ, ജി. ബാലചന്ദ്രൻ പിള്ള, കിരൺ, പോഴുമൂട് സണ്ണി, സ്റ്റാലിൻ എസ്. അരികുമാർ എന്നിവർ സംസാരിച്ചു. ഫോക്സ് ടി.വി ന്യൂസ്, അഞ്ചൽ.